കോമൺ ബീബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഒരു പുളിയെക്കുറിച്ചുള്ള വീഡിയോയാണ്. ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും നമ്മുടെ നാട്ടിലുമെല്ലാം ധാരാളമായി കാണപ്പെടുന്ന ഒരു പുളിയാണ് പരിപ്പൻ പുളി എന്ന സ്റ്റാർ ഫ്രൂട്ട്. ഈ സ്റ്റാർ ഫ്രൂട്ടിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പക്ഷേ പല നാടുകളിലും ഇതിന് പല പേരായിരിക്കുമെന്ന് മാത്രം. ചില നാടുകളിൽ ഇതിനെ വൈരപ്പുളിയെന്നും, ചിലയിടങ്ങളിൽ കാരമ്പോള എന്നും, സോഡാപ്പുളിയെന്നും, ചതുരപ്പുളിയെന്നും, നക്ഷത്രപ്പുളിയെന്നും ഒക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. 5-6 ഇഞ്ച് വരെയൊക്കെ ഇതിന് വലിപ്പമുണ്ടാവും. 5 കൂർത്ത അഗ്രമുഖങ്ങളും ഇതിനുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിരവധി മൂലകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ചതുരപ്പുളി. ഈ ഫലത്തിൽ അടങ്ങിയിരിക്കുന്ന ബെൻസാഫിനോൺസ് ഉദരാർബുദകാരികളായ കോശങ്ങളെ നശിപ്പിക്കുവാൻ കഴിവുള്ളതുമാണ്. ഇത് ഈ കോശങ്ങളെ നശിപ്പിച്ച് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള അപാരമായ കഴിവുണ്ട്. രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുവാനും ചതുരപ്പുളിക്ക് കഴിവുണ്ട്. നമ്മുടെ നാട്ടിൽ ചിലയിടങ്ങളിൽ ഇത് ചിലതരം കറികളിൽ നിർബന്ധവുമാണ്. കൂടാതെ ഉപ്പ് ചേർത്ത് അരിഞ്ഞുണക്കിയാൽ സ്വാദിഷ്ടമായ കറികളും അച്ചാറുകളും ഒക്കെ ഉണ്ടാക്കുവാൻ നല്ലതാണ്. ജ്യൂസുണ്ടാക്കി അതിഥികളെ അത്ഭുതപ്പെടുത്തുവാൻ ചതുരപ്പുളിക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ഒരു ജ്യൂസിന് ഒരു പുളി ധാരാളമാണ്. ഇതിൽ പഞ്ചസാര കൂടി ചേർക്കണമെന്ന് മാത്രം. ഇതിൻ്റെ മരത്തൊലി ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടാതെ ചതുരപ്പുളിയുടെ വിവിധ രൂപത്തിൽ മ്യാൻമറിലും തായ്ലാൻഡിലുമൊക്കെ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നുമുണ്ട്. ജീവകം എ, ഓക്സാലിക് ആസിഡ്, ഇരുമ്പ് സത്ത് തുടങ്ങിയവ ഇതിലടങ്ങിയിട്ടുണ്ട്. വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലയിനം കറകൾ കളയുവാനും ചതുരപ്പുളി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പഴം വൃക്കസംബന്ധമായ അസുഖമുള്ളവർക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് വൃക്ക രോഗമുള്ള ആളുകൾ, മൂത്രസംബന്ധമായ അസുഖമുള്ളവരും ചതുരപ്പുളി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലയിടങ്ങളിൽ ഇത് ഹെൽത്ത് ഡ്രിങ്കായും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് നടുവാനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിൽ 3-4 വർഷത്തിനുള്ളിൽ തന്നെ കായ്കളുണ്ടാകും. ഇത് യാതൊരു രീതിയിലുള്ള വളപ്രയോഗത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒന്നാണ്. ഇത് ബോൺസായി രൂപത്തിലും നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ ചതുരപ്പുളിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.